നെയ്യാർ ഡാമിലെ KSU പഠന ക്യാമ്പിൽ വെച്ച് നേതാക്കൾ തമ്മിൽ ഉണ്ടായ കൂട്ടത്തല്ല് ഇപ്പോൾ കോൺഗ്രസിലെ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കാരണം സുധാകരനെ അനുകൂലിക്കുന്നവർക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന ആരോപണമാണ് കേൾക്കുന്നത്. KSU കൂട്ടത്തല്ലിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ നേതാക്കൾ നിഷേധിക്കുകയാണ് ചെയ്തത്. അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെ ഈ വാർത്ത നിഷേധിച്ചിരുന്നു. പിന്നീട് VD സതീശൻ ഉൾപ്പെടെ അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്കും എത്തി. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം വളർന്നിരിക്കുകയാണ്. നിലവിൽ VD സതീശനും K സുധാകരനും ഈ പ്രശ്നത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഇപ്പോൾ നിർണായകം. ഈ വിവാദ പ്രശ്നത്തിൽ അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ K സുധാകരൻ ഒരുങ്ങുമ്പോഴാണ് താൽക്കാലികമായി അച്ചടക്ക നടപടി 4 പേർക്കെതിരെ ഉണ്ടായത്. KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയെന്ന് വിമർശിച്ചുകൊണ്ടായിരുന്നു സസ്പെൻഷൻ. KPCC നേതൃത്വത്തിൽ പലർക്കും സംഘർഷത്തിൽ വലിയ അതൃപ്തിയുണ്ട്. KSU സംസ്ഥാന കമ്മിറ്റിയിൽ ആകെ അഴിച്ചുപണി വേണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി ആഞ്ചലോ ജോർജ്, തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായ അൽ അമീൻ അഷ്റഫ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ ജെറിൻ ആര്യനാട് തുടങ്ങിയവർക്കെതിരെയും നടപടിയെടുത്തിരുന്നു. സംഘർഷം ഉണ്ടായതിനാണ് അൽ അമീൻ അഷ്റഫിനും ജെറിനുമെതിരെ നടപടി എടുത്തത് എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷേ സുധാകര പക്ഷത്തിനൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അച്ചടക്ക നടപടിയിലേക്ക് 4 പേരെ മാത്രം കുറ്റക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് നീങ്ങിയത് എന്നാണ് ആരോപിക്കുന്നത്. അതേസമയം KSU സംസ്ഥാന പ്രസിഡന്റിന്റെ നിലപാടുകൾക്കെതിരെ K സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. തന്നെ അപമാനിക്കുന്ന നിലപാട് അലോഷ്യസ് സേവ്യറിൽ നിന്നുണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. KSU ക്യാമ്പിലെ കൂട്ടത്തല്ല് അന്വേഷിച്ച KPCCയുടെ അന്വേഷണ സമിതിയോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കടുത്ത അച്ചടക്ക നടപടി വേണമെന്ന നിലപാടിൽ അയവ് വരുത്താതെ KSU പ്രസിഡന്റിന്റെ ഉന്നം വെച്ചാണ് KPCC അധ്യക്ഷന്റെ നീക്കം. നെയ്യാർ ഡാമിൽ നടന്ന പഠന ക്യാമ്പിലേക്ക് തന്നെ ക്ഷണിക്കാതിരുന്നത് അപമാനിക്കാനാണെന്ന് K സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. സ്വതന്ത്ര സംഘടന എന്ന നിലയിലാണ് KSU പ്രവർത്തിക്കുന്നത്. 4 പേർക്കെതിരെ എടുത്ത അച്ചടക്ക നടപടി പോലും നീതിയുക്തമല്ലെന്നും പരാതി പറഞ്ഞു. അതേസമയം KPCC അന്വേഷണ സമിതിയുടെ വിശദമായ റിപ്പോർട്ട് ഉടൻ വേണമെന്നും K സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിയെടുക്കേണ്ട നേതാക്കളുടെ പട്ടിക സഹിതമാകും MM നസീറിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ട് നൽകുക. അലോഷ്യസ് സേവ്യർ പ്രതികാരപൂർവ്വം പെരുമാറിയെന്ന് സസ്പെൻഷനിലായ സുധാകര പക്ഷക്കാരനായ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു. ക്യാമ്പ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് KPCC അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാകും അച്ചടക്ക നടപടിക്ക് NSUവിനോട് KPCC അധ്യക്ഷൻ ശുപാർശ ചെയ്യുക. എന്നാൽ തന്റെ അനുയായിയായ സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ KSUവിന്റെ പേരിലും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും തമ്മിലെ പോര് മുറുകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ KSUവിന്റെ കൂട്ടത്തല്ലിന്റെ പേരിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിലെ പോര് മുറുകുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നെയ്യാർ ഡാമിലെ കൂട്ടത്തല്ലിൽ KPCCയിലും ഇതോടെ ഭിന്നത രൂക്ഷമാകുന്നതാണ്. VD സതീശനെ അനുകൂലിക്കുന്ന KSU പ്രസിഡന്റായ അലോഷ്യസ് സേവ്യറിന് KC വേണുഗോപാലിന്റെയും ഇടപെടലുണ്ട്. ഈ ഹൈക്കമാൻഡ് സ്വാധീനത്താലാണ് സുധാകരനൊപ്പം ഉള്ളവർക്കെതിരെ അതിവേഗ നടപടികൾ എടുക്കുന്നത്. ഇതിനൊപ്പം അടിയുണ്ടാക്കിയവർക്ക് എതിരെയും നടപടിയെടുത്തിരുന്നു. ക്യാമ്പിൽ അനാവശ്യ കലഹം ഉണ്ടാക്കിയെന്നാണ് അൽ അമീൻ അഷ്റഫിനെതിരെയും ജെറിൻ ആര്യനാടിനെതിരെയുമുള്ള ആരോപണം. അന്വേഷണ വിധേയമായാണ് ഇരുവർക്കും സസ്പെൻഷൻ നൽകിയത്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാതല അന്വേഷണം നടത്തുന്നതാണ്. KPCCയുടെ അന്വേഷണ റിപ്പോർട്ടിനെ KSU അംഗീകരിക്കില്ല എന്നാണ് മനസ്സിലാക്കാനാകുക. KSUവിനെതിരെ നടപടിയെടുക്കാൻ KPCCക്ക് കഴിയില്ലെന്നാണ് അലോഷ്യസ് അനുകൂലികളായിട്ടുള്ളവർ ഉയർത്തുന്ന വാദം. KSU തികച്ചും സ്വതന്ത്ര സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനയാണെന്നും പറയുന്നു. ഇതിനിടയിലാണ് KSUവിന്റെ ദേശീയ ഘടകമായ NSUവിന് കേരള ഘടകം അടിയെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയത്. ക്യാമ്പിലേക്ക് KPCC പ്രസിഡന്റ് K സുധാകരനെ ക്ഷണിക്കാതിരുന്നതിൽ
KSU സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യറിന്റെ നടപടിയിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിനും അതൃപ്തിയുണ്ട്. തമ്മിൽ തല്ലിൽ KSU നേതൃത്വത്തെ കുറ്റപ്പെടുത്തി KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ക്യാമ്പ് നടത്തിപ്പിൽ KSU നേതൃത്വത്തിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. KSU നേതൃത്വത്തിലെ ഒരു വിഭാഗം വിഭാഗീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നെന്നും റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. KPCC പ്രസിഡന്റായ K സുധാകരനെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചെന്നായിരുന്നു KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. ഇത് തെറ്റാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ക്ഷണിക്കാതിരുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തലും. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കുട്ടികളല്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇതിന് പിന്നാലെയാണ് സുധാകരന് അനുകൂലിക്കുന്നവർക്കെതിരെ നടപടി വന്നതും. കഴിഞ്ഞ ദിവസം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്യാമ്പിനിടെയാണ് നേതാക്കൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലുണ്ടായത്. പരിക്കേറ്റ KSU പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത്ത്, നെടുമങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത് എന്നിവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തർക്കങ്ങളെ തുടർന്നുണ്ടായ മുൻവൈരാഗ്യമാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു KSU നേതൃത്വത്തിന്റെ വിശദീകരണം.